8,20,00,000 എസ്റ്റിമേറ്റ്, 7,04,00,000 ചെലവ്, 4,99,00,000 കൊടുക്കും, ബാക്കി 2,05,00,000 സ്വാഹ. IIIC IIIC എന്ന് പറയുന്ന സംഘടനയാണ് ഇതെടുത്തിരിക്കുന്നത്, വർക്ക് എടുത്തിരിക്കുന്നത്. അവർ ഇന്നലെ ഒരു 2 കോടി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെ അവർ കമ്മിറ്റി കൂടി തീരുമാനിച്ചു 5 പൈസയുടെ പണി നടക്കത്തില്ല, ഞങ്ങൾ സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുക്കും. ആദ്യം ഹൈക്കോടതി കൊടുക്കും, സുപ്രീം കോടതി. ജയകുമാർ സാറേ, സാറിന് പറ്റിയ പണിയൊന്നുമല്ല ഇത്. സാറ് ഇനിയിപ്പോൾ സാർ അവിടെ ഇരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സാർ ഇരുന്ന സമയത്ത് ഈ ചേട്ടന്മാർ മറ്റേ ആൾ ഇരുന്നപ്പോഴാണ്, പ്രശാന്ത് ഇരുന്നപ്പോഴാണ് ഈ ആഗോള സംഗമമൊക്കെ നടത്തിയതും വലിയ വിവാദമൊക്കെ. 8 ലക്ഷം രൂപ മറ്റേ അവർക്ക് എന്താണ് മറ്റേ ഭജന സംഘത്തിന് കൊടുത്തെന്നും 1 ലക്ഷം രൂപയുടെ കട്ടിൽ, അതെല്ലാം കള്ളമായിരുന്നു. പക്ഷേ എല്ലാം എഴുതി പിടിപ്പിച്ച് ഇവിടെ ചാനലുകളൊക്കെ പറഞ്ഞ് ആഘോഷിച്ചില്ലേ. അപ്പോഴൊക്കെ സാറിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല സാറിന് ഇത് കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കഴിഞ്ഞ് കറക്റ്റായിട്ട് ഓഡിറ്റുകാർക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ഉദ്യോഗസ്ഥർ, സാറിൻ്റെ ഉദ്യോഗസ്ഥരാണ്, റിപ്പോർട്ട് കൊടുത്തില്ല, കണക്ക് കൊടുത്തില്ല, എല്ലാം കള്ളത്തരമായിരുന്നു. 600 പേര് പങ്കെടുത്ത് 3,000 പേരുടെ ഭക്ഷണം എഴുതിയെടുക്കുക, പിന്നെ അതിനുള്ള ചിലവ് എഴുതിയെടുക്കുക. അങ്ങനെ ശബരിമലയിലെ കൊള്ള സംഘമാണ് ശബരിമലയിൽ. സാർ വിചാരിച്ചാൽ അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം നേരത്തെ സാർ അവിടെ ചെല്ലുമ്പോൾ ഞാനുമൊക്കെ വിചാരിച്ചത് സാറിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മുൻ ചീഫ് സെക്രട്ടറിയും IMGയിലിരുന്ന സാറും വലിയൊരു നല്ല പ്രായവും വളരെ നല്ല ഒരു ഭരണാധികാരിയായിരുന്നല്ലോ. പക്ഷേ അങ്ങ് അവിടെ ദയനീയമായി പരാജയപ്പെടുകയാണ്. അങ്ങ് മതിയാക്കുന്നതെന്നുള്ളത്. അവന്മാർ കള്ളന്മാർ, കൊള്ളക്കാരന്മാരെ അടിച്ച് തിന്ന് ജീവിക്കട്ടെ. അങ്ങ് ഈ വയസ്സുകാലത്ത് ഇനി അവിടെ നിന്നും കൂടെ ഒരു ശാപം ഏറ്റുകൊണ്ട് ഇറങ്ങേണ്ട കാര്യമില്ല. അങ്ങയെ അവന്മാർ വഹിക്കും. അതുകൊണ്ട് അവിടെ നടക്കുന്ന സൂപ്പർ കൊള്ളയാണ്. ഈ കൊള്ളയുടെ ഇടയ്ക്കാണ് മറ്റേ വാർത്തകൾ താഴോട്ട് പോയിട്ടുണ്ട്. എന്നാലും വാർത്തകളുണ്ട്. നമ്മളെ ഇഡ്ഡലി കഴിക്കാനായിട്ട് ജയറാമിനെ വിളിച്ചു, സെക്രട്ടറി ജയശ്രീയെ വിളിച്ചു, തന്ത്രി രാജീവ് കണ്ഠരരു രാജീവരു ഇന്ന് മോചിതനായി. അദ്ദേഹത്തിന് 90 ദിവസമായെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ശബരിമല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ബാറ്റുമായിട്ട് ഇറങ്ങിയത്. അദ്ദേഹം പറഞ്ഞു ഇപ്പം തന്നെ കല്യാണം നടത്തണം, ഈ പീരീഡിൽ തന്നെ, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ തന്നെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ വേണ്ടതെന്ന് തീരുമാനമാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹവും ചാടി ഇറങ്ങിയിട്ടുണ്ട് ബാളുമായിട്ട്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് ആകെ വട്ടായിരിക്കുകയാണ്. ആചാര്യന്മാരെയും ഋഷിമാരെയും ആരെയൊക്കെ ഇപ്പോൾ ഈ ഭാരതീവന സ്വാമിയൊക്കെ വിളിക്കുമായിരിക്കും. അതേ ചിദാനന്ദപുരി സ്വാമി വിളിക്കുമോ അതോ ആരെ വിളിക്കുമോ എന്നറിയത്തില്ല. കുറേ സ്വാമിമാരെയൊക്കെ വിളിച്ച്, സന്യാസിമാരെയൊക്കെ വിളിച്ച്, ഋഷീശ്വരന്മാരെയൊക്കെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത്, നിയമജ്ഞരെയൊക്കെ ചർച്ച ചെയ്ത് ഒരു ഹവാല ഉണ്ടാക്കുമെന്നാണ് നിയമമന്ത്രി പറഞ്ഞിരിക്കുന്നത്, MA ബേബിയും പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കൊരു നയം, ഗവൺമെൻറ്റിന് വേറെ നയം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ദേവസ്വം ബോർഡിന് വേറെ നയം എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് മണ്ണിൽ കിടന്ന് വേണ്ട നാശക്കോട്ട ആവുന്നുണ്ട്. എന്തായാലും ശബരിമല വിഷയം സുപ്രീം കോടതിയിൽ വളരെ സജീവമായി വരുന്നുണ്ട്. മാർച്ച് 14 മുമ്പ് എല്ലാവരും അഫിഡവിറ്റ് കൊടുക്കണം. 67 സംഘടനകളാണ് അവിടെ കേസ് കൊടുത്തിരിക്കുന്നത്. അതിൽ NSS ഉൾപ്പെടെയുള്ള പ്രമുഖരായ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ വളരെ പ്രമുഖരായ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. ഈ 67 കൂടി ഒന്നിച്ചാണ് കേൾക്കുന്നത്. 2 ആഴ്ചക്കാലം, പിന്നെ ഒരാഴ്ച ഇതിൻ്റെ വാദം കേൾക്കൽ തന്നെയുണ്ട്. ഏപ്രിൽ 22 തീരുമാനമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 9 അംഗ ബെഞ്ചിനെ ഉടനെ നിശ്ചയിക്കും. TORഉം ഉടനെ തന്നെ തീരുമാനിക്കും. ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയുടെ 14, 15, 16, 16 വരെയുള്ള കാര്യങ്ങളും 25, 26 ആർട്ടിക്കിൾ 25, 26 ഇത്രയും ബൈൻഡിങ് ആണോ, പ്രീച്ച് ചെയ്യുന്നുണ്ടോ, അത് ലംഘിക്കപ്പെടുന്നുണ്ടോ ശബരിമല എന്നുള്ളത് നോക്കിയിട്ട് പറയും വനിതകൾ കയറണോ വേണ്ടേ. അതെല്ലാം തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയായിരിക്കും. പക്ഷേ തീരുമാനിച്ചിങ്ങോട്ട് തന്നാൽ കേരളത്തിലെ വിശ്വാസ സമൂഹം അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം.